നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രാം സ്മിത്ത് ഓർത്തോ നോർമലൈസേഷൻ പ്രോസസ് ആണ്. എന്താണ് ഗ്രാം സ്മിത്ത് ഓർത്തോ നോർമലൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാല് നമ്മൾക്കൊരു ഏതോ ഒരു ബേസിസ് തന്നു, അതിനെ ഓർത്തോഗണൽ ബേസിസ് ആക്കിയിട്ട് അതിനെ വീണ്ടും ഓർത്തോ നോർമൽ ബേസിസ് ആക്കി മാറ്റുക എങ്ങനെയാന്നുള്ളതാണ്. അപ്പൊ ആദ്യം അതൊരു ഓർത്തോഗണൽ ബേസിനെ ഓർത്തോ നോർമൽ ആക്കാൻ നമുക്ക് വെറുതെ അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷേ ഓർത്തോഗണൽ ആക്കണമെങ്കിൽ, അതായത് രണ്ട് രണ്ട് ബേസിസ് എലമെന്റ് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ ആൻസർ സീറോ വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനുള്ള മെത്തേഡ് എന്താണെന്നുള്ളതാണ് ഈ സെക്ഷനിൽ. ആ മെത്തേഡിന് പറയുന്ന പേരാണ് ഗ്രാം സ്മിത്ത് പ്രോസസ്. അപ്പൊ അത് U1 U2 എക്സെട്ര UR എന്നുള്ളത് ഒരു ഗിവൺ ബേസിസ് ആണ്. വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ ഓർത്തോനോർമൽ ബേസിസ്. അപ്പൊ ഫസ്റ്റ് V1 ഉണ്ടാക്കണം. V1 നമ്മൾ എടുക്കുന്നത് U1 തന്നെയാണ്. അതായത് നമ്മളുടെ ഫസ്റ്റ് വെക്ടറിന്റെ വെറുതെ പേര് മാറ്റം മാത്രം ചെയ്താൽ മതി. V1 ഈക്വൽ ടു U1 ഇറ്റ്സെൽഫ്. ഇനി V2 കാണണമെങ്കിൽ V2 ഏത് ഉപയോഗിച്ചാ ഉണ്ടാക്കുന്നുണ്ടാവുക? U2 ഉപയോഗിച്ചാ ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പൊ V2 ഈക്വൽ ടു U2ൽ നിന്ന് തുടങ്ങണം. എന്താണ്? U2 മൈനസ്, ഇനി U2 അല്ലാത്തൊക്കെ V1 ആണ് വരെ കേട്ടോ. ഇന്നർ പ്രോഡക്റ്റ് U2, V1 ഡിവൈഡ് ബൈ നോ V1 സ്ക്വയർ ഇൻറ്റു V1. നോക്കുക, ഇവിടെ നമ്മൾ V1 ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? V1 എന്താണ്? U1 തന്നെയാണ്. അപ്പൊ V2 കാണുമ്പോൾ ഫോമിൽ നോക്കൂ, U2 ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന U2 മൈനസ് U2 ഇന്നർ പ്രോഡക്റ്റ് U2 ഡോട്ട് V1, ഓർ അല്ലെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് U2 V1 ഡിവൈഡ് ബൈ നോ V1 സ്ക്വയർ ഇൻറ്റു V1. ഇനി V3 എന്തായിരിക്കും? U3 മൈനസ് U3ന്റെ ഇതിന്റെ ബാക്കിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു? V1 ഉണ്ടാക്കി, V2 ഉണ്ടാക്കി. അപ്പൊ ആദ്യം V1 ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്നർ പ്രോഡക്റ്റ് U3 V1 ബൈ നോ V1 സ്ക്വയർ ഇൻറ്റു V1 വീണ്ടും മൈനസ്. ഇനി V2 ഉണ്ടല്ലോ, ഇന്നർ പ്രോഡക്റ്റ് U3 V2 ഡിവൈഡ് ബൈ നോ V2 സ്ക്വയർ ഇൻറ്റു V2. ഇനി V4 ഉണ്ടെങ്കിൽ എന്തായിരിക്കും? രണ്ടോ മൂന്നോ ഉള്ളു നമുക്ക് സാധാരണ. ഇനി V4 ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഫോർമുല? U4 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് U4 അല്ലാത്തൊക്കെ V1, U4, V1 ഡിവൈഡ് ബൈ നോ V1 സ്ക്വയർ ഇൻറ്റു V1. ഇനി അടുത്ത മുഴുവൻ V2ന്റെ ഫോർമുല ടേം, അതേപോലെ V3ന്റെ ടേം. അപ്പൊ ഇങ്ങനെ എത്ര വെക്ടേഴ്സ് ഉണ്ടോ അത് മുഴുവൻ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഓർത്തോഗണൽ ബേസ് കിട്ടും. ഓർത്തോഗണൽ ബേസ് കിട്ടിയാല് നമ്മൾ അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് Q1 Q2 എക്സെട്ര QR എന്നുള്ള എന്താ പറയാ ഓർത്തോ നോർമൽ ബേസിസ് ഉണ്ടാക്കും. അപ്പൊ ഇതൊരു എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയാ, ഒരു എക്സാമ്പിൾ നോക്കാം. മൂന്ന് വെക്ടേഴ്സ് വന്നിട്ട് U1 ഈക്വൽ ടു 1 1 1, U2 ഈക്വൽ ടു 0 1 1, U3 ഈക്വൽ ടു 0 0 1. We have to convert this basis into an orthonormal basis. അല്ലെങ്കിൽ കണ്ടോ, assume orthogonal basis ആൻഡ് ഓർത്തോനോർമൽ ബേസ് നമുക്ക് കാണണം. അപ്പൊ ആദ്യം ഓർത്തോഗണൽ ബേസ് കാണാം. എങ്ങനെ കാണും? V1 എന്ന് പറഞ്ഞാല് V1 കാണണം ആദ്യം. V1 എന്താണ്? U1 തന്നെ. V1 ഈക്വൽ ടു U1 1 1 1 1 ആണ്. ഇനി V2 കാണണമെങ്കിൽ ഫോർമുല മാറും. എന്താ പറയാ, V2 ഈക്വൽ ടു V2 V2 ഈക്വൽ ടു U2 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് U2, V1 ഡിവൈഡ് ബൈ നോ V1 സ്ക്വയർ ഇൻറ്റു V1. ഫോർമുല ഓർമ്മല്ലേ? ഇന്നർ പ്രോഡക്റ്റ് U2 മൈനസ് V2 ഈക്വൽ ടു, ഈ ഭാഗം നോക്കട്ട, V2 ഈക്വൽ ടു U2 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് U2, V1 ഡിവൈഡ് ബൈ നോ V1 സ്ക്വയർ ഇൻറ്റു V1. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഇന്നർ പ്രോഡക്റ്റ് U2 V1 എന്താ വരിക? ഇന്നർ പ്രോഡക്റ്റ് U2 V1 എന്താണ് വരിക? U2 V1 എന്ന് പറഞ്ഞാൽ U1 തന്നെയാണ്. അപ്പൊ 0 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 2 ആണ് വരിക. ഇതിന്റെ വാല്യൂ 2 ആണ് വരിക. നോ V1 എന്താണ് വരിക? നോ V1 എന്ന് പറഞ്ഞാല് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട് 3 ആണ് വരിക. നോ V1 സ്ക്വയർ ആകുമ്പോ 3 ആണ് വരിക. അപ്പൊ എന്താ പറയാ, ഇത് 2
ഇത് 3. അപ്പൊ ഇത് 1 മൈനസ് സോറി u2 ഈക്വൽ ടു 0 1. ഇതേപോലെ v3 ഇതേപോലെ കാണാം. v3 u3 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് u3 v1 ബൈ നോം v1 സ്ക്വയർ ഇൻറ്റു v1 ഉപയോഗിച്ചു. ഇനി v2 ഉപയോഗിക്കണം. v2 ബൈ ഇന്നർ പ്രോഡക്റ്റ് u3 v2 ഡിവൈഡ് ബൈ നോം v2 സ്ക്വയർ ഇൻറ്റു v2. ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോ 0 മൈനസ് 1/2 1/2 കിട്ടും. അപ്പൊ v1 u1 കിട്ടും, v2 ഇത് കിട്ടും, v3 0 മൈനസ് 1/2 1/2 ഇങ്ങനെ കിട്ടിയാല് ഇത് ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണ്. ഇനി ഇതിനെ ഓർത്തോനോർമൽ ആക്കാൻ എന്ത് ചെയ്യണം? അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. v1ന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട് 3. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ ആണ് 4/9 പ്ലസ് 1/9 പ്ലസ് 1/9. അപ്പോ 4 1 5 6 റൂട്ട് ഓഫ് 6/9. അപ്പൊ റൂട്ട് 6 ഡിവൈഡ് ബൈ 9ന്റെ റൂട്ട് 3. അതേപോലെ ഇത് 0 സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് അല്ലെ. അപ്പൊ 1/4 പ്ലസ് 1/4 1/2 വരെ അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 1/√2 എന്ന് വരും. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് ഓർത്തോനോർമൽ ബേസ് ഉണ്ടാക്കാം. അപ്പൊ ആദ്യത്തെ 1 1 1 1നെ എന്താ പറയാ √3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/3 1/√3 1/√3 1/√3 കിട്ടും. അതേപോലെ v2 എന്ന് പറഞ്ഞാല് എന്താണ്? v2 എന്ന് പറഞ്ഞാല് -2/3 1/3 1/3 ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? √6/3. അതുകൊണ്ട് ഡിവൈഡ് ചെയ്താല് എന്താണ് വരിക? -2/√6 1/√6 1/√6 കിട്ടും അല്ലെ. 3 ക്യാൻസൽ ചെയ്യും. അതായത് അവിടെ ഉണ്ടായിരുന്ന 3 ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. ഈ 3 ക്യാൻസൽ ആയി പോവും. പിന്നെ ഈ √6 ഡിനോമിനേറ്ററിൽ വരും. അതാണ്ടാവാം. അതേപോലെ q3 v3 ഡിവൈഡ് ബൈ നോം v3. അതായത് ഇതിനെ 1/√2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് ഒരു 1/√2. ഇതൊക്കെ 0 മൈനസ് 1/√2 മൈനസ് 1/√2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ.